SNDP പറവൂർ യൂണിയൻ ശ്രീനാരായണ ദർശനോത്സവം രണ്ടാം ദിവസമായ ഇന്ന് രാവിലെ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPSന്റെ പ്രഭാഷണത്തോടെ തുടങ്ങി. 4 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. 1956 മുതൽ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ വരെയുള്ളതാണ് ഗുരുദേവന്റെ ജീവിതത്തിലെ ഒന്നാം ഘട്ടം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ തൊട്ട് 1903 SNDP യോഗം ആരംഭം വരെയുള്ളതാണ് രണ്ടാം ഘട്ടം. 1903 SNDP യോഗം തുടങ്ങിയ ശേഷം 1915 ആലുവായിൽ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനമാണ് വരെയുള്ള ഘട്ടമാണ് മൂന്നാം ഘട്ടം. തുടർന്ന് നടന്ന ദർശനോത്സവ സമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും നിറഞ്ഞ ഒരു കൈയടി വേദിയിലേക്ക് എത്തേണ്ടതാണ്. ദൈവദർശനം തന്നെ എടുത്ത് നമ്മൾ മുഴുവനായി അതൊന്നും ആരാപനം ചെയ്താൽ അവിടെ ഒരു ദൈവത്തെയും പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ അതുപോലും അംഗീകരിക്കാൻ ദൈവദർശനം ആരെങ്കിലും പാടിയാൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഹിന്ദുക്കൾ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകൾ അത് SNDPക്കാരുടെ പ്രാർത്ഥനയാണ്, എന്തുകൊണ്ട് അത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. യഥാർത്ഥത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഗുരുദേവ ദർശനം ഒരു പരിഹാരം തന്നെയാണ് എന്നുള്ള കാര്യം സത്യാവസ്ഥയാണ്, നിലനിൽക്കുന്ന സത്യമാണ്. പക്ഷെ ആ ദർശനത്തെ തന്നെ ഏറ്റവും കൂടുതൽ വളച്ചൊടിച്ച് നമുക്കെതിരെയും ഉപയോഗിക്കുന്ന ഈ ദർശനം തന്നെയാണ്. ഗുരുദേവ ദർശനം യഥാർത്ഥത്തിൽ ലോക മാനവികതയോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം SNDP സ്ഥാപിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇത് നമ്മളോട് പറഞ്ഞത് ഈ പറഞ്ഞു പഠിപ്പിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ നമ്മുടെ വേദികളിൽ വരുന്ന ഒരു ബുദ്ധിജീവികളും ഒരു എഴുത്തുകാരും പറയാറില്ല. പക്ഷേ ഗുരുദേവൻ ലോക മാനവികതയോട് പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ മാത്രം പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അത് വളച്ചൊടിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഒരു ജാതി വരുമ്പോൾ ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് SNDP യോഗത്തിന്റെ നേതാക്കന്മാർക്ക് ആർക്കും ജാതി പറയാൻ അവകാശമില്ലാത്തവരാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നവരല്ല. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും മഹാഗുരുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിന്റെ ഉന്നതിക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരുടെ മക്കളോ പേരക്കിടാങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരോ 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ചേരുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ SNB സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ അവരെ ചേർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ നിർത്തിയാണ്. നന്ദി, നമസ്കാരം. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം ആശംസിച്ചു. സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. 90 വർഷം പൂർത്തിയാക്കുന്ന ഈ കലാലയത്തിന്റെ മുറ്റത്ത് നവതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ധന്യമായ ഈശ്വരീയത നിറഞ്ഞ ചടങ്ങ് നടത്താൻ സാധിച്ചത്, അതിന്റെ ചുക്കാൻ പിടിക്കാൻ സാധിച്ചത് ഒരു ഗുരുദേവ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും പറവൂർ SNDP യൂണിയന്റെ 72 ശാഖകളും വളരെ ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ പറവൂർ SNDP യൂണിയനോട് ചേർന്ന് നിന്നുകൊണ്ട് പറവൂർ SNDP യൂണിയന്റെ മുഴുവൻ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് പറവൂർ SNDP യൂണിയനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പറവൂർ SNDP യൂണിയന് പുതിയൊരു ജീവനാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. യോഗം കൗൺസിലർ ഷീബ ടീച്ചർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പരിഷ്കർത്താവായും യുഗപുരുഷനായും നവോത്ഥാന നായകനായും ചൂണ്ടുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ടെന്ന് സാറ് പറഞ്ഞു. മരണവുമില്ല, പുറത്തുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം. ജനന മരണങ്ങൾക്ക് അതീതമായ പോക്കുവരവറ്റ പരമ്പൊരുളായി സത്യമായ കാലത്തിന്റെ പര്യായമായി പ്രകാശിക്കുന്ന ശ്രീനാരായണ ഭഗവാന്റെ ഈശ്വരീയതയെ തിരിച്ചറിയേണ്ടതാണ് എന്നാണ് സാറ് അടിവരയിട്ട് പറഞ്ഞത്. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS ജയരാജ്, MP ബിനു, ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു, D പ്രസന്നകുമാർ, കണ്ണൻ കൂട്ടുകാട്, KB സുഭാഷ്, TM ദിലീപ്, NK സജീവ്, അഖിൽ ബിനു എന്നിവർ സംസാരിച്ചു.
CJ Joy, City Voice News Bureau, North Parur.